കെ ആർ ഗോപികൃഷ്ണൻ കൂടി കെ ആർ ഗോപികൃഷ്ണൻ, ഇവിടെ രാവിലെ ഉണ്ടായ വാർത്തകൾ രണ്ടാണ്. ഒന്ന് ഈ പറയുന്ന വിവരാവകാശ കമ്മീഷണർ പുറത്തുവിടണം എന്ന് പറഞ്ഞ ഭാഗങ്ങൾ ആരുടെയോ സമ്മർദ്ദത്തിൽ 121 ഖണ്ഡിക ഒഴിവാക്കുന്നു എന്ന് മാത്രമാണ്. അത് മാത്രമല്ല, വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടരുത് എന്ന് പറയുന്ന ഒരൊറ്റ പാരഗ്രാഫിൻ്റെ ചെറിയൊരു ഭാഗം അറിയാതെ അതിൽ വരുന്നുമുണ്ട്. വളരെ കൃത്യമായി ഗോപികൃഷ്ണൻ വളരെ കൃത്യമായി ആർക്കൊക്കെ ഏതൊക്കെ തെളിവുകളുണ്ട് എന്ന് വളരെ കൃത്യമായി സർക്കാരിന് അറിയാം. എന്നിട്ടും ഇപ്പോഴും FIR ഇടണമെങ്കിൽ പരാതി വേണമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു കുറ്റകൃത്യത്തിന് സമാനമായ അനാസ്ഥ എന്ന് പറയാൻ കഴിയില്ലേ ഗോപി? ഹാഷ്മി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ നടുക്കുന്ന വെളിപ്പെടുത്തലുകൾ വന്ന ശേഷം കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചയാകുന്നത് സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന സമീപനം എന്താണ് എന്നത് സംബന്ധിച്ചാണ്. അതായത് തൊഴിൽ മേഖലയിലെ ലൈംഗിക ചൂഷണവും പീഡനവും അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടും 4.5 വർഷക്കാലമായി വെളിച്ചം കാണാതിരുന്ന ഈ റിപ്പോർട്ടിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു? എന്തുകൊണ്ടാണ് ഇത്തരം ലൈംഗിക കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ കമ്മിറ്റിയുടെ മുൻപാകെ എത്തിയിട്ടും ആ കാര്യത്തിൽ FIR ഇട്ട് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ഒരു നിയമ നടപടി തുടങ്ങാൻ സർക്കാർ എന്തുകൊണ്ട് തയ്യാറായില്ല എന്നതാണ്. സർക്കാർ ഈ കാര്യത്തിൽ പറഞ്ഞ ന്യായം എന്താണ്? ന്യായം ഒരേ ഒരു കാര്യമാണ്. കാരണം മൊഴി നൽകിയ ആളുകളുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നത് മാത്രമാണ്. സ്വകാര്യത സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആളുകളുടെ പേരുകൾ പരാമർശിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട മൊഴികളുടെ ഭാഗമൊക്കെ വെട്ടിമാറ്റിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിടാനുള്ള കാരണമായതും. ഹാഷ്മി, അവിടെയാണ് ഹാഷ്മി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഒഴിവാക്കാൻ ആഗ്രഹിച്ചിട്ടും ഒഴിവാക്കാൻ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇപ്പോൾ വിവാദത്തിലാകുന്നത്. അത് ഈ റിപ്പോർട്ടിൻ്റെ 48-ാം പേജിലെ 96-ാം ഖണ്ഡികയാണ്. ഈ ഖണ്ഡികയിൽ പറയുന്ന കാര്യങ്ങൾ ഈ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകുകയും തെളിവുകൾ ഹാജരാക്കുകയും തങ്ങളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്ന് പരാതിപ്പെടുകയും ചെയ്തവർ അവർ നൽകിയിരിക്കുന്ന മൊഴിയും അവർ നൽകിയിരിക്കുന്ന തെളിവുകളും എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും എങ്ങനെയാണ് മലയാള സിനിമയിലെ ഉന്നതരായ ആളുകൾ ഈ കൊടും കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതെന്നും സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് 48-ാം പേജിലെ 96-ാം ഖണ്ഡിക. ഇത് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി പുറത്തു വരാൻ സർക്കാർ ആഗ്രഹിക്കാതിരുന്ന ഭാഗമാണ്, ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ നിർദ്ദേശിച്ച ഭാഗമാണ്. പക്ഷേ അബദ്ധത്തിൽ ഈ ഭാഗം ഒഴിവാക്കപ്പെടാതെ ഇതിനകത്ത് വന്നിരിക്കുന്നുവെന്നാണ്. ഹാഷ്മി, ഞാനത് വായിക്കാം. ഓൺ അനാലിസിസ് ഓഫ് എവിഡൻസ് പ്ലേസ്ഡ് ബിഫോർ അസ്, കമ്മിറ്റി പറയുകയാണ്, ഞങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന തെളിവുകൾ പരിശോധിക്കുമ്പോൾ വി ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് വിമൻ ഫേസ് സെക്ഷൽ ഹാരസ്മെന്റ് ഈവൻ ഫ്രം വെരി വെൽ നോൺ പീപ്പിൾ ഇൻ ഫിലിം ഇൻഡസ്ട്രി. ഈ സിനിമാ വ്യവസായ മേഖലയിലെ വളരെയധികം പ്രമുഖരായി നമ്മൾ അറിയുന്ന ആളുകളിൽ നിന്ന് പോലും ലൈംഗിക ചൂഷണം നേരിടേണ്ടി വന്നു എന്ന് സ്ത്രീകൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മൊഴിയിൽ ഞങ്ങൾ തൃപ്തരാണ്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഹു ആർ നെയ്മഡ് ബിഫോർ ദ കമ്മിറ്റി. അത് ആരൊക്കെയാണ് ഞങ്ങളെ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കിയത് എന്ന വിവരം, അവരാരൊക്കെയാണെന്ന പേര് വിവരങ്ങൾ ഈ കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പറയുന്നത്. ഈ ഭാഗം സർക്കാർ ഒഴിവാക്കാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ ഇത് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി കടന്നുകൂടിയിരിക്കുകയാണ്. ഓൺ കൺസിഡറിംഗ് ദ വേരിയസ് ആസ്പെക്ട്സ് we have no reason to disbelieve what was stated before us regarding sexual harassment in film industry. അതായത് സിനിമാ വ്യവസായത്തിലെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മുന്നിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ, അതിൻ്റെ കാര്യകാരണങ്ങൾ, അതിലെ തെളിവുകൾ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ വേരിയസ് ആസ്പെക്ട്സ്, അതിൻ്റെ വിവിധ മാനങ്ങൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് വി ഹാവ് നോ റീസൺ ടു ഡിസ്ബിലീവ്, ഇത് അവിശ്വസിക്കേണ്ടതായ ഒരു കാരണവും നിലനിൽക്കുന്നില്ല. വാട്ട് വാസ് സ്റ്റേറ്റഡ് ബിഫോർ അസ് റിഗാർഡിംഗ് സെക്ഷൽ ഹാരസ്മെന്റ് ഇൻ ഫിലിം ഇൻഡസ്ട്രി. അതായത് ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് ഈ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയിട്ടുള്ള നടിമാർ നൽകിയിരിക്കുന്ന വിവരങ്ങൾ, ചലച്ചിത്ര പ്രവർത്തകർ നൽകിയിരിക്കുന്ന വിവരങ്ങളെ സംശയിക്കേണ്ടതില്ല എന്നാണ്. 2 കാര്യങ്ങൾ ഹാഷ്മി ഇതിനകത്ത് വ്യക്തമാകുന്നു. ഒന്ന്, ലൈംഗിക ചൂഷണം നടന്നു എന്ന് മൊഴികളും തെളിവുകളും നൽകി കമ്മിറ്റിക്ക് മുൻപാകെ അവതരിപ്പിച്ച അവരുടെ വാദങ്ങളെ കമ്മിറ്റി പൂർണ്ണമായി അംഗീകരിക്കുന്നു. 2, ഈ സെക്ഷൽ ഹാരസ്മെന്റിന് നേതൃത്വം കൊടുത്തവർ അല്ലെങ്കിൽ അതിന് വിധേയരാക്കിയവരിൽ മലയാള സിനിമയിലെ ഉന്നതരായ ആളുകളുണ്ട്. കാരണം ആ ഭാഗം പറയുന്നുണ്ട്, ഈവൻ ഫ്രം വെരി വെൽ നോൺ പീപ്പിൾ ഇൻ ഫിലിം ഇൻഡസ്ട്രി. അതായത് സിനിമാ വ്യവസായത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ആളുകളിൽ നിന്നാണ് ഈ ലൈംഗിക ചൂഷണം തങ്ങൾക്കുണ്ടായതെന്നാണ്. അതായത് 2 കാര്യങ്ങൾ ഹാഷ്മി. ഒന്ന്, ലൈംഗിക ചൂഷണം നടന്നു എന്ന കാര്യത്തിൽ ഈ ചലച്ചിത്ര പ്രവർത്തകർ കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയിരിക്കുന്ന മൊഴികളും രേഖകളും കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. 2, അതിനകത്ത് സിനിമാ വ്യവസായത്തിലെ പ്രമുഖരായ ആളുകൾ അതിൽ ഭാഗമായിരിക്കുന്നു എന്ന കാര്യവും കമ്മിറ്റിക്ക് ബോധ്യപ്പെടുകയാണ്. പിന്നെ എന്ത് ന്യായമാണ് ഹാഷ്മി സർക്കാരിന് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് 4.5 വർഷക്കാലമായി വെളിച്ചം കാണാതിരുന്ന ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഇത്ര ഗുരുതരമായിട്ടും ഇതിനകത്ത് ആരോപണ
വിധേയരായവർക്കെതിരെ അന്വേഷണം നടത്താനോ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനോ സർക്കാരിന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അതിന് സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ പറഞ്ഞ ന്യായം ഒരു ന്യായമായി നിൽക്കില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം പോക്സോ കേസ് വരെ ഉൾപ്പെടുത്താൻ പറ്റുന്ന കുറ്റകൃത്യങ്ങൾ ഉണ്ട് എന്നൊക്കെയുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. സർക്കാർ ഈ കാര്യത്തിൽ പറഞ്ഞത് മൊഴികളുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കണം, മൊഴി നൽകിയവരുടെ സ്വകാര്യത ഉറപ്പാക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ഹൈക്കോടതിയിൽ പറഞ്ഞത്. മാത്രമല്ല, അതുകൊണ്ട് തന്നെ പരാതിക്കാരായി ആരെങ്കിലും വന്ന് നിൽക്കുമ്പോഴല്ലാതെ ഈ കാര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് സിനിമാ മന്ത്രി എ.കെ. ബാലനും ഇതേ കാര്യമാണ് ആഷ്മി ആവർത്തിക്കുന്നത്. അപ്പോഴാണ് ഈ പ്രധാനപ്പെട്ട ഭാഗം, ഈ പ്രസക്തമായ ഭാഗം പുറത്തു വന്നിരിക്കുന്നത്.